നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളിൽ നിന്നും അവർ പ്രതീക്ഷിക്കുന്നത് എന്താണ്, അവരിൽ വരുത്താൻ പോകുന്ന മാറ്റം എന്താണ്, അവരെന്താണ് മനസ്സുകൊണ്ട് തീരുമാനമെടുക്കാൻ പോകുന്നത് എന്നുള്ള എനർജിയാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളിത് ആർക്ക് വേണ്ടിയിട്ടാണോ കാണുന്നത് ആ പേഴ്സണെ മനസ്സിൽ വിചാരിച്ച് 3 പ്രാവശ്യമെങ്കിലും അവരുടെ പേര് പറഞ്ഞുകൊണ്ട് ലൈക്ക് ചെയ്ത് എനർജിയെ കണക്റ്റ് ചെയ്ത് തന്നെ റീഡിങ്സ് കാണാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന ഒരു റീഡിങ്സ് ലഭിക്കണമെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ എന്ത് മാറ്റമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എങ്ങനെയുള്ളൊരു റിലേഷനാണ് നിങ്ങളിലേക്ക് വന്നു ചേരേണ്ടത്, അത് നിങ്ങൾ തീർച്ചയായിട്ടും അഫർമേഷൻസ് ആയിട്ട് എഴുതാൻ ശ്രമിക്കുക. പ്രപഞ്ചശക്തിയിൽ പരിപൂർണമായി വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വേണം എപ്പോഴും അഫർമേഷൻസ് പറയാനും എഴുതാനും. അവസാനം താങ്ക് യു യൂണിവേഴ്സ് എന്നുള്ള ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി വേണം അത് എൻഡ് ആക്കാനും കേട്ടോ. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്തു നോക്കണം. നിങ്ങളുടെ ബന്ധത്തിൻ്റെ കറൻറ്റ് സിറ്റുവേഷൻസ്, പാസ്റ്റിൽ എന്തായിരുന്നു പ്രശ്നമെന്നുള്ളത്, ഫ്യൂച്ചർ എന്തായിരിക്കുമെന്ന്, ഇതിനുള്ളിലെ തടസ്സങ്ങൾ, ബ്ലോക്കേജുകൾ, ഇത് ഏത് അവസ്ഥയിലേക്കാണ് എത്തിച്ചേരാൻ സാധ്യത, മറ്റ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ പരിശോധിച്ചറിയണമെങ്കിൽ പേഴ്സണലായിട്ടൊരു റീഡിങ്സ് എടുത്തു നോക്കുക തന്നെ ചെയ്യണം. അതിനുശേഷം നല്ലൊരു തീരുമാനം നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കാൻ ശ്രമിക്കണം. അതിനോടൊപ്പം തന്നെ റൈറ്റ് ഹീലിംഗ് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ മനസ്സിലെ എല്ലാ പ്രശ്നങ്ങളെയും നിങ്ങൾ ഹീലാക്കി കളയാനും ശ്രമിക്കണം കേട്ടോ. നമ്മുടെ മനസ്സിൽ നിരാശ നിൽക്കുന്നിടത്തോളം കാലം നമ്മളിലേക്ക് ഒരു കാര്യങ്ങളും കണക്റ്റഡ് ആവില്ല. മാക്സിമം പോസിറ്റീവ് ആവാൻ ശ്രമിക്കുക. എത്രത്തോളം പോസിറ്റീവ് ആവാൻ പറ്റുന്നോ ആ അവസരങ്ങളെല്ലാം നല്ലതുപോലെ ഉപയോഗിക്കാൻ ശ്രമിക്കുക കേട്ടോ. നമുക്ക് റീഡിങ്സ് നോക്കാം. ത്രീ ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. അവരുടെ എനർജിയിലേക്ക് നോക്കുമ്പം അവർ ശക്തമാകുന്ന ഒരു ഹാർട്ട് ബ്രോക്കൺ, ഒരു വല്ലാതെ വിലപിക്കുന്ന ഒരു എനർജി പ്രസൻസ് ആണ് കാണുന്നത്. അവർക്ക് ചുറ്റും ഒരു ഇരുട്ട് നിറഞ്ഞ അവസ്ഥയായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്നും അവർക്ക് പുറത്ത് കടക്കണമെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ പ്രസൻസ് അവർക്ക് ആവശ്യമാണ് എന്നുള്ളൊരു എനർജിയാണ് കാണുന്നത്. അവർ ശരിക്കും ഇപ്പോൾ ഒരു ശാപം എക്സ്പീരിയൻസ് ചെയ്യണം. അവർ ശരിക്കും അവർ ചെയ്തതിൻ്റെ ഫലം അവരിപ്പോൾ കർമ്മ പോലെ എക്സ്പീരിയൻസ്, ബാഡ് കർമ്മ എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. അവർക്ക് പെയിൻ മാത്രമാണ് കേട്ടുള്ളൂ. അവർക്കൊരു യാതൊരു സമാധാനവുമില്ല. അവർ ശരിക്കും സ്ട്രഗിൾ ചെയ്യുകയാണ്. അവരുടെ സിറ്റുവേഷൻസിൽ നിന്നും പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട് അവരൊരു മാർഗം, ഒരു വഴി തിരയുന്ന ഒരു അവസ്ഥയായിട്ടാണ് കാണുന്നത്. ചെയ്തു കൂട്ടിയ എല്ലാ പ്രവൃത്തികൾക്കും ശിക്ഷ ലഭിച്ചു എന്നുള്ളൊരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു വ്യക്തിയുടെ പാസ്റ്റിലേക്ക് നോക്കുമ്പം കുറച്ച് ഈഗോ എനർജി ഉണ്ടായിരുന്നു. അതായത് ആ ഒരു വ്യക്തിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. ഒന്നിലധികം സിറ്റുവേഷൻസുകൾ ആ വ്യക്തിയിലേക്ക് കണക്റ്റഡായി നിന്നപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ച് സ്വയം മറന്നുപോയ ചില സമയങ്ങൾ ഉണ്ടായിരുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. അത് ജീവിത വിജയമായിക്കോട്ടെ, ഫിനാൻഷ്യൽ പരമാകുന്ന കാര്യങ്ങളായിക്കോട്ടെ, അവസരങ്ങളായിക്കോട്ടെ, അതുപോലെ ബന്ധങ്ങളായിക്കോട്ടെ, അവരുടെ കുറേ സ്വപ്നങ്ങൾ അവരുടെ മുന്നിൽ നിൽക്കുന്നതായിട്ട് അവർ കാണുന്നുണ്ടായിരുന്നു. അവർ ചിന്തിച്ചതെല്ലാം അവരുടെ കൈക്കുള്ളിൽ ഉണ്ട് എന്നുള്ളൊരു ചിന്ത അവരെ സംബന്ധിച്ച് അവർ നില മറന്ന് എണ്ണ തേച്ചു, തല മറന്ന് എണ്ണ തേച്ചു എന്ന് പറയും പോലെ നില മറന്നവരൊന്ന് അഹങ്കരിച്ച ഒരു പാസ്റ്റ് എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ പറഞ്ഞ ഉപദേശങ്ങൾ, നിങ്ങൾ പറഞ്ഞു കൊടുത്ത ചില കാര്യങ്ങളൊക്കെ അവർ യാതൊരു വാല്യൂം കൽപ്പിക്കാതെ പുച്ഛിച്ച് തള്ളിക്കളഞ്ഞ ഒരു സാഹചര്യം നമുക്ക് ഈ ഒരു എനർജിയിൽ കാണുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന അവരെ ഒരുപാട് പ്രൊട്ടക്റ്റ് ചെയ്തിരുന്ന സിറ്റുവേഷൻസും കാണുന്നുണ്ട്. പക്ഷെ അതവർ മനസ്സിലാക്കിയിരുന്നില്ല. നിങ്ങളുടെ പ്രസൻസ് ആയിരുന്നു അവരുടെ ജീവിതത്തിൽ വലിയ വലിയ അപകടങ്ങളിൽ നിന്നും പുറത്ത് കടക്കാൻ സഹായിച്ചിരുന്നതെന്നുള്ളത് അവർ ആ ഒരു സമയത്ത് മറന്നിരുന്നില്ല. കാരണം അവർ മറന്ന് ചില കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടും അഡിക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഇൻവോൾവ് ആയി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. തീർച്ചയായിട്ടും അവരിപ്പോൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ റീയൂണിയൻ പ്രസൻസ് ആണ്, നിങ്ങളുടെ സാന്നിധ്യം തന്നെയാണ്. അവർ ഹൃദയം പൊട്ടി വിലപിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് ചുറ്റും ഇരുട്ട് നിറഞ്ഞ ഒരു അവസ്ഥയിൽ നിന്നും, ഭയപ്പെടുത്തുന്ന ചില സാഹചര്യങ്ങളിൽ നിന്നും അവർക്കൊന്ന് പുറത്ത് കടക്കണമെന്ന് അവർ വല്ലാതെ ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ നിന്നും അവർ പ്രതീക്ഷിക്കുന്ന ഒരു കോളോ മെസ്സേജോ നിങ്ങളുടെ പ്രസൻസോ നിങ്ങളുടെ ഒരു സപ്പോർട്ടോ ഒക്കെ തന്നെയായിട്ടാണ് കാണുന്നത്. അതായത് ഒരു ശക്തമാകുന്ന റീയൂണിയൻ.
അവർ നിങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി നിങ്ങൾ അവരിലേക്കൊന്ന് വന്നു ചേർന്നിരുന്നെങ്കിൽ, അവരോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തയ്യാറായിരുന്നെങ്കിൽ എന്ന് അവർ വല്ലാതെ ആഗ്രഹിക്കുന്നു. കാരണം അവർക്കൊരു മെഡിസിനാണ് നിങ്ങൾ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും അവരെ പുറത്ത് കടത്താൻ അല്ലെങ്കിൽ അവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു മാർഗം നിങ്ങളുടെ പ്രസൻസ് തന്നെയാണ്. അത്രത്തോളം നിങ്ങളെ അവരിപ്പം പോസിറ്റീവായൊരു സിറ്റുവേഷൻസ് ആയിട്ട് അല്ലെങ്കിൽ നല്ല ഒരു സഹായമായ ഒരു സഹായഹസ്തമായിട്ട് അവരിപ്പം ചിന്തിക്കുന്നത് നിങ്ങളുടെ പ്രസൻസാണ്. ദ ഹാങ്ക്ഡ് മാൻ്റെ എനർജിയാണ്. അവരെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയെന്ന് തന്നെയാണ്. കാരണം അവർ ബുദ്ധിശൂന്യതയായിട്ട് ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ചതായിട്ടാണ് കാണുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ സ്നേഹത്തെ അവർ ഒരു വിലയും കൽപ്പിക്കാതെ പുറങ്കാലിന് തട്ടിയെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരുന്ന സിറ്റുവേഷൻസാണ്. നിങ്ങളെ തെറ്റിദ്ധരിക്കുകയും നിങ്ങൾ റോങ് ആകുന്ന ഒരു സിറ്റുവേഷൻസ് ആണെന്ന് അവർ ഒരു പക്ഷേ നിങ്ങളുടെ മുഖത്ത് നോക്കി വരെ പറയുകയും നിങ്ങളെ പൂർണ്ണമായിട്ടും തിരസ്കരിക്കുക, അതായത് ഉപേക്ഷിച്ചിരുന്നു. അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയോട് കാണിച്ച സ്നേഹമൊന്നും ഒരിക്കലും വാല്യുബിൾ ആയിരുന്നില്ല. അതായത് സ്വീകരിച്ചുകൊണ്ടല്ല അവർ നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിച്ചത്. ആ ഒരു സമയത്ത് തോന്നിയ ചില അട്രാക്ഷൻസിന് അപ്പുറത്തേക്ക് അവർക്ക് ഒന്നും തന്നെ വാല്യുബിൾ ആയതോ അല്ലെങ്കിൽ പോസിറ്റീവ് ആയതോ ആയ ഒരു എനർജിയും ഉണ്ടായിരുന്നില്ല എന്ന സിറ്റുവേഷൻസാണ്. ഇന്ന് അവർ ആ ഒരു സാഹചര്യത്തിൽ അവർ ചെയ്ത തെറ്റിൽ അവരിന്ന് ട്രാപ്പ് എനർജിയിലാണ്. അവർ തിരിച്ചറിയുന്നു അവർ ചെയ്ത തെറ്റിൻ്റെ ആഴം, അവരുടെ പ്രവർത്തികളെ അവർ തിരിച്ചറിയുന്നു. തീർച്ചയായിട്ടും എഫോർട്ട് എടുക്കുക എന്നതാണ് അവരുടെ മനസ്സിനകത്തുള്ള ലക്ഷ്യം. നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള ഒരു അവസരം, ഒരു ഓപ്പർച്യൂണിറ്റീസ് അവർ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും. അതൊന്നോ രണ്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കുറച്ച് നാളത്തേക്കുള്ള ഒരു എനർജി അല്ല അവർ ആഗ്രഹിക്കുന്നത്. ഒരു ലോങ് ടൈം സക്സസ് എനർജിയാണ് അവരാഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ദ സൺറൈസിംഗ് ആണ്. തേർഡ് പാർട്ടി പ്രസൻസിൽ അവർ നിങ്ങൾക്ക് വാല്യൂ നൽകാതെ ഫോക്കസ് ചെയ്തിരുന്നു. ഒരു പക്ഷേ നിങ്ങളുടെ പ്രസൻസിനെ അവർ അവോയ്ഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ തൊട്ടടുത്തുണ്ടെങ്കിൽ പോലും നിങ്ങളെപ്പോഴും അവരെ കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴൊക്കെ നിങ്ങളെ ഒരു രീതിയിലും ഒരു എന്താ പറയുക, ഒരു കുറ്റബോധമില്ലാതെ നിങ്ങളെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടി എനർജിയിലേക്ക് അവരുടെ സമയവും അവരിലുള്ള എല്ലാ കാര്യങ്ങളും അവർ കൊടുത്തുകൊണ്ടേയിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. പക്ഷേ ഇപ്പോൾ അവരാഗ്രഹിക്കുന്നത് നിങ്ങളെന്ന് പറയുന്ന സൺറൈസിങ്ങിനെയാണ്. ശരിക്കും അവർ മനസ്സിലാക്കി ഏതായിരുന്നു പോസിറ്റീവ്, എന്തായിരുന്നു സത്യവും ആത്മാർത്ഥതയും നീതിബോധത്തോടു കൂടി നിന്ന സാഹചര്യം ഏതായിരുന്നു, എന്തായിരുന്നു എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നു. ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സണാലിറ്റീനെ പാസ്റ്റിൽ അവരൊരു പുച്ഛഭാവത്തിൽ കണ്ടിരുന്നെങ്കിൽ, വെറും ഒരു വാല്യുബിൾ അല്ലാത്ത ഒരു സിറ്റുവേഷൻസ്, അതായത് നമ്മളുടെ വ്യക്തിത്വത്തെ പോലും തരം താത്തുന്ന രീതിയിൽ ഇവർ പാസ്റ്റിൽ നിങ്ങളോട് പെരുമാറിയിരുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. ഇന്ന് നിങ്ങളെന്ന് പറയുന്നത് പ്രൗഡായൊരു എനർജിയാണെന്നും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ ആ ഒരു പേഴ്സൺ അർഹതയുണ്ടോ എന്നും ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറി. അന്ന് പാസ്റ്റിലേക്ക് നോക്കുമ്പം നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു വാല്യൂമില്ലായിരുന്നു. കാരണം നിങ്ങൾ തൊട്ടടുത്ത് അവർക്ക് മുമ്പിൽ യാചനയുടെ സ്വരത്തിൽ നിന്നപ്പോൾ പോലും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ അവർ പുച്ഛിച്ച് മാറ്റി നിർത്തി, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ എപ്പോഴും ഒരു ബാലൻസിങ്, അതായത് ഒരു എന്താ പറയുക, അവരുടെ മുന്നിലുള്ള ഒരു ത്രാസിൻ്റെ തൂക്കത്തിൽ വളരെ വ്യത്യാസം വരുത്തി പെരുമാറിയിരുന്നു. നിങ്ങൾക്കൊരു രീതിയിലും അവരൊരു വാല്യൂവും കാണുന്നുണ്ടായിരുന്നില്ല, ഒരു വില മതിക്കുന്നില്ലാത്ത ഒരവസ്ഥയിലാണ് പാസ്റ്റിൽ നിങ്ങളോട് ഈ ഒരു പേഴ്സൺ പെരുമാറിയത്. ഇന്ന് ആ സ്ഥാനത്ത് നിന്നും മാറി നിങ്ങൾക്കൊരു പ്രൗഡായ ഒരു എനർജിയാണ് അവർ കാണുന്നത്. അതായത് അവർക്ക് അർഹതയുണ്ടോ, അവർക്ക് അർഹതയില്ലാത്ത ഒന്ന്, അവർക്കൊരിക്കലും സ്വപ്നം കാണാൻ പറ്റാത്ത ഒന്നായി തീർന്നു എന്നുള്ളൊരു ചിന്ത കൂടി അവരുടെ ഉള്ളിൽ ഈ ഒരു എനർജിയെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ നിങ്ങളെ ഒരു സക്സസ് എനർജിയിൽ, അതായത് കയ്യെത്തി പിടിക്കാൻ പറ്റാത്തതിനും അപ്പുറം നിങ്ങൾ കടന്നു പോയിരിക്കുന്നു, വിജയിച്ചിരിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് അവരിൽ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും ആ ഒരു പ്രകാശം അവരിലൂടെ ഒന്ന് ലഭിച്ചിരുന്നെങ്കിൽ, നിങ്ങളുടെ ഒരു പ്രസൻസ് അവർക്ക് ലഭിച്ചിരുന്നെങ്കിൽ, പാസ്റ്റിൽ നിങ്ങൾ അവർക്ക് എന്ത് വാല്യൂ കൊടുത്തോ അത് അവർക്ക് ഇന്ന് നിങ്ങളോട് തോന്നുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതുപോലെ തന്നെ അവരുടെ ഈഗോ പൂർണ്ണമായിട്ടും തകർന്നു. അവരുടെ ആ ഒരു എന്താ പറയുക,
നിങ്ങൾക്ക് മുന്നിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിന്ന ആ ഒരു എനർജി, നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കാൻ കാണിച്ച ആ ഒരു ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി യാതൊരു വാല്യൂം കൽപ്പിക്കാതെ അവർ മറ്റു കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആണ്, അവരുടെ വഴി വേറെയാണ് എന്ന് നിങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കി തന്നുകൊണ്ടിരുന്ന ചില സാഹചര്യങ്ങൾ, നിങ്ങളെ നിസ്സഹായതയിൽ നിർത്തിയ അവരുടെ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ചില തീരുമാനങ്ങളൊക്കെ ഇപ്പം ഡൗൺ ആയി കഴിഞ്ഞിരിക്കുന്ന സിറ്റുവേഷൻസ് ആണ്. അവർക്കിപ്പം നിങ്ങളിലേക്ക് വരിക എന്നതൊരു ജാള്യതയാണ്, അവർക്കൊരു ചമ്മലാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കൂടാതെ നിങ്ങളോട് ശക്തമാകുന്ന നിങ്ങളുടെ പവറിൽ, നിങ്ങളുടെ കഴിവിൽ വളരെ ശക്തമാകുന്ന ജലസി ഫീലിങ്സ് കൂടി അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് എന്നതിന് യാതൊരു സംശയവുമില്ല. നിങ്ങളൊരു വെൽത്ത് എനർജിയിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ പ്രൗഡായ ഒരു പൊസിഷനിലേക്ക് മാറുമെന്നുള്ളൊരു തിരിച്ചറിവ് കൂടി ഇപ്പം അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് നിങ്ങളുടെ സിറ്റുവേഷൻ മാറും, അതവർക്കൊരു ഇൻറ്റ്യൂഷനായിട്ട് കിട്ടുന്നുണ്ട്. നിങ്ങൾ പിടിച്ചാൽ കിട്ടാത്തതിനേക്കാൾ ഉയരത്തിലേക്ക് പോകുമെന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് അവർ നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത്, അവരെ നിങ്ങളൊന്ന് അപ്രോച്ച് ചെയ്തിരുന്നെങ്കിൽ, നിങ്ങൾ അവരിലേക്കൊന്ന് വന്ന് ചേർന്നിരുന്നെങ്കിൽ അവർക്ക് അവരുടേതാകുന്ന ആ ഒരു ഈഗോ, അതല്ലെങ്കിൽ അവർ പാസ്റ്റിൽ ചെയ്ത പല കാര്യങ്ങളും അങ്ങ് മാഞ്ഞു പോയേനെ. കാരണം അവർ നിങ്ങളെ തേടി വരിക എന്നത് അവരുടെ ലൈഫിലെ ഏറ്റവും വലിയ പരാജയമാണ്. ഇപ്പോൾ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന പരാജയത്തെക്കാൾ വലിയൊരു പരാജയമായിരിക്കും നിങ്ങളെ തേടി അവർ വരിക എന്നത്. അവരെ തേടി നിങ്ങൾ ചെന്നിരുന്നെങ്കിൽ എന്നവരൊരു മാനിഫെസ്റ്റേഷൻ എനർജിയോടുകൂടി ചിന്തിക്കുന്നു, വല്ലാതെ ആഴത്തിൽ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും നിങ്ങളെ സ്റ്റക്കാക്കിയ, നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നിങ്ങളെ ഇരയാക്കിയ, നിങ്ങളെ ഉപയോഗിക്കുകയും നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തുകയും നിങ്ങൾക്ക് ലൈഫ് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത വിധം ഒരു ബന്ധന അവസ്ഥയിൽ നിങ്ങളെ തള്ളിയ ഈ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് അതിനേക്കാൾ ശക്തമാകുന്ന ഒരു കാർമിക് എനർജിയിലൂടെ കടന്നു പോകുന്നു. അതായത് താൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം താൻ തന്നെ അനുഭവിക്കുന്നു എന്നുള്ള ഒരു സിറ്റുവേഷൻസിലേക്ക് മാറുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അവരിപ്പം കർമ്മ എനർജിയിലാണ്. അവിടെ നിന്നും അവരെ പിടിച്ചുയർത്തണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സ്ട്രഗിൾ എനർജിയിൽ നിന്നും അവർക്ക് പുറത്ത് കടക്കണമെങ്കിൽ നിങ്ങളുടെ സ്നേഹം, പ്രസൻസ് അവരിൽ കിട്ടണം. അൺകണ്ടീഷണലായിട്ട് നിങ്ങളുടെ സ്നേഹം അവർ ആഗ്രഹിക്കുന്നു. അതായത് ഒന്നും നോക്കാതെ നിങ്ങൾ അവരിലേക്കൊന്ന് തിരിച്ച് ചെന്നിരുന്നെങ്കിൽ അവരുടെ ലൈഫിലേക്ക് ഏറ്റവും പ്രൗഡാകുന്ന ഒരു സിറ്റുവേഷൻസിലൂടെ അവർക്ക് കടന്നു പോകാൻ സാധിച്ചിരുന്നു എങ്കിലെന്ന് അവരാഗ്രഹിക്കുന്നു. അവർക്കൊരു പ്രൗഡ് ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ അവരിപ്പം നിൽക്കുന്ന ആ ഒരു തളർച്ചയിൽ അല്ലെങ്കിൽ ഒരു വീഴ്ചയിൽ നിന്നും അവർക്ക് കയറണമെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് തന്നെ അവർക്ക് വേണമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നിങ്ങൾ അവരിൽ നിന്നും മൂവ് ഓൺ ചെയ്തെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങ് സെപ്പറേറ്റഡ് ആയിട്ടൊന്ന് മാറി നിന്ന സമയത്താണ് നിങ്ങളുടെ എനർജി അവർക്ക് എത്രത്തോളം ഗുണകരമായിരുന്നു. നിങ്ങൾ അവരോടൊപ്പം നിന്നപ്പോൾ അവരിൽ വന്നുകൊണ്ടിരുന്ന ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ, അവരുടെ മാറ്റങ്ങൾ, അവർക്കൊരു അനുഗ്രഹീതമാകുന്ന ഒരു സിറ്റുവേഷൻസ് തന്നെയായിരുന്നു നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ പ്രസൻസ്. കറൻറ്റ്ലി അവർ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സ്നേഹമാണ്. അൺകണ്ടീഷണലായിട്ട് അവരെ ഒന്ന് മതിമറന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിയെങ്കിൽ, നിങ്ങളുടെ പൂർണ്ണമായ പ്രസൻസും അവർക്ക് മാത്രം കിട്ടിയിരുന്നു എങ്കിൽ, അത് വിഭജിച്ചു പോവാതെ മറ്റൊരിടത്തേക്കൊന്നും പോകാതെ, അവർ തേർഡ് പാർട്ടിയിലേക്ക് പോയതുപോലെ നിങ്ങൾ ഒരിക്കലും മറ്റൊരിടത്തേക്ക് പോകാതെ അവരുടെ മാത്രമായിട്ട് അവർക്ക് ലഭിച്ചിരുന്നെങ്കിൽ എന്നുള്ള ഒരു വല്ലാത്ത ഒരു ആഗ്രഹം അവരിൽ ഇങ്ങനെ പിടികൂടുന്നതായിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങളെ അവർക്ക് എല്ലാ രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ ഇപ്പോൾ പറ്റുന്നുണ്ട്. ശരിക്കും അവരുടെ മദർ എനർജിയേക്കാൾ, അവരുടെ അമ്മ അവരെ സ്നേഹിക്കുന്നതിനേക്കാൾ ഒരു പിടി ഉയരത്തിലാണ് നിങ്ങൾ അവരെ സ്നേഹിച്ചിരുന്നതെന്നും നിങ്ങൾക്ക് അവർ നൽകിയിരുന്ന വാല്യൂം എല്ലാം അവരിപ്പം മനസ്സിലാക്കുന്നു. അവരെ എത്രത്തോളം നിങ്ങൾ വിലമതിച്ചിരുന്നു എന്നുള്ളത് അവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അവർ ചെയ്ത ചീറ്റിങ്ങിൻ്റെ ഫലം ശരിക്കും അവർ ചെയ്തത് നിങ്ങളിനി തിരിച്ച് ചെയ്യുന്നുണ്ടോ? നിങ്ങളവരെ ചീറ്റിംഗ് ചെയ്തു പോകുമോ? അവർ കാണിച്ച കൺട്രോളിംഗ് ഒക്കെ ഒരാവശ്യവുമില്ലാതെ, അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ലാത്ത ചില കൺട്രോളിങ്ങും ചില നിബന്ധനകളൊക്കെ നിങ്ങൾക്ക് മുന്നിൽ ഈ ഒരു പേഴ്സൺ പാസ്റ്റിൽ നടപ്പിലാക്കി വെച്ചിരുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പക്ഷേ നിങ്ങളെ കുരങ്ങ് കളിപ്പിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം നിങ്ങളെ ശരിക്കും അവർ മിസ്യൂസിങ് ചെയ്തുകൊണ്ടേയിരുന്നു എല്ലാ രീതിയിലും.
അത് ഫിസിക്കലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും സിറ്റുവേഷൻസിനനുസരിച്ചാണെങ്കിലും ഒക്കെ ശരിക്കും നിങ്ങളെ അവർ നല്ല പോലെ എന്താ പറയുക, ഒരു കളിപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ആ ഒരു സാഹചര്യം അവർക്ക് നേരിടേണ്ടി വരുമോ എന്നുള്ളൊരു പേടി അവരുടെ ഉള്ളിലുണ്ട്. അതെല്ലാം മറന്ന് നിങ്ങൾ അവരിലേക്കൊന്ന് കണക്റ്റഡ് ആയിരുന്നെങ്കിൽ എന്നുകൂടി അവർ ആഗ്രഹിക്കുന്നു. ശരിക്കും ഒരു കപ്പ് ഓഫ് ലവ് ആയിട്ട് അവർ വെയിറ്റിങ്ങിലാണ്. അത് നിങ്ങളിൽ നിന്നൊരു ആക്ഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് അവർ നിങ്ങളെ ഫോക്കസ് ചെയ്ത് അവർ വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുകയാണ്. അവരുടെ ഒരു സ്വപ്നം റിയാലിറ്റി ആക്കണമെങ്കിൽ അത് നിങ്ങളുടെ പ്രസൻസിലൂടെ ആകുകയുള്ളൂ എന്നത് അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. കാരണം നിങ്ങളെന്ന് പറയുന്ന എനർജി അവരുമായിട്ട് കണക്റ്റഡ് ആയാലേ അവരുടെ ജീവിതത്തിൽ മാറ്റം വരുന്നുള്ളൂ. അവർക്ക് മാറ്റം ഉണ്ടായത് നിങ്ങളുടെ പ്രസൻസ് അവരുമായിട്ട് കണക്റ്റഡ് ആയപ്പോഴാണ്. നിങ്ങളും അവരും തമ്മിൽ ആ ഒരു സെപ്പറേഷൻ വന്നപ്പോഴത്തേനും അവർക്ക് വീഴ്ചകളാണ് സംഭവിച്ചത്, ഉയർച്ചയല്ല ഉണ്ടായത്. അതൊക്കെ അവർ തിരിച്ചറിയുന്നു. അവരുടെ കൂടെ വന്ന മറ്റെല്ലാ സാഹചര്യങ്ങളും അവരുടെ ചില മെറ്റീരിയലിസ്റ്റിക് ആകുന്ന കാര്യങ്ങളെ, പണത്തെയും മറ്റു കാര്യങ്ങളെയും പേരോ ഫെയിമോ ഒക്കെ വെച്ചുള്ള കുറച്ച് അട്രാക്ഷനും സ്നേഹവും പ്രകടനങ്ങളൊക്കെ മാത്രമേ ഉണ്ടായുള്ളൂ. അതേസമയം നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവരെ ഒന്നും കാണാതെ, അവരിലെ ഗുണഗണങ്ങളിലേക്കൊന്നും ഫോക്കസ് ചെയ്യാതെ ആ ഒരു ആത്മാവിനെ തട്ടി സ്നേഹിച്ച വ്യക്തിയായിട്ട് അവരിപ്പം തിരിച്ചറിയുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ പാസ്റ്റിലുള്ള ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങളാണ് അവരുടെ കണ്ണ് മഞ്ഞളിച്ചതാക്കി തീർത്തതെന്നുള്ളതും അവർ മനസ്സിലാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കർമ്മ അനുഭവിക്കുന്നു. നിങ്ങൾ അനുഭവിച്ചത് അവർ തിരിച്ചനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നവർ മനസ്സിലാക്കുന്നു. എവിടേക്കോ അവരൊരു ഒളിച്ചു നിൽക്കുന്നതായിട്ട്, ആരിൽ നിന്നൊക്കെ അവരെന്ന് പുറത്ത് കടക്കാൻ, മറ്റുള്ളവരുടെ പ്രസൻസിൽ നിന്ന് മാറിപ്പോരാൻ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അവരിപ്പോൾ കറൻ്റിലി കാണാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും അവർ നിങ്ങളെ എത്രത്തോളം കൺട്രോൾ ചെയ്തോ അത്രത്തോളം ഇപ്പോൾ അവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു എനർജിയിലേക്കാണ് മാറിയിരിക്കുന്നത്. ബർഡൻ ഇറക്കി വെക്കണമെങ്കിൽ നിങ്ങളുടെ പ്രസൻസും സാന്നിധ്യവും അവർക്ക് വേണം എന്നുള്ളത് അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളെ അവരിപ്പോൾ ഒരു പ്രൗഡായ അല്ലെങ്കിൽ വിലമതിക്കുന്ന അല്ലെങ്കിൽ റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ട് തന്നെയാണ് കാണുന്നത്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. നിങ്ങളിലേക്ക് അവർ തിരിച്ചു വരും, അതിനകത്ത് 100% ഉറപ്പാണ്. കാരണം അവരുടെ സർവ്വ സിറ്റുവേഷൻസുകളും അവർക്ക് എന്തൊക്കെയാണോ അവരുടെ കൈകളിൽ ഉണ്ടായിരുന്നത് അതെല്ലാം അവർക്ക് കുറേശ്ശെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ചില കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും അവരിൽ നിന്നും എടുത്തു മാറ്റപ്പെട്ടിരിക്കുന്നു. അവർ ശരിക്കും ഇപ്പോൾ ഒരു ജസ്റ്റിസ് എനർജിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അവർ കാര്യങ്ങൾ തിരിച്ചറിയുന്നു. അവരുടെ ബർഡൻ, അവരുടെ മനസ്സിൽ ചുമക്കുന്ന ഭാരം അവർക്ക് ഇറക്കി വെക്കണമെങ്കിൽ നിങ്ങളോട് അവർ നീതിപൂർവം പെരുമാറിയേ പറ്റൂ എന്നുള്ളത് അവർ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നു. നിങ്ങളെ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്, മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. എന്തിനാണെന്നറിയോ? ഡെത്ത് ആൻഡ് റീബർത്ത് എനർജിക്ക്. എവിടെയാണോ കാര്യങ്ങൾ അവസാനിച്ചത് അവിടെ നിന്നും കാര്യങ്ങൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം. ജീവിതത്തിൽ നല്ല ഒരു മാറ്റം, ഒരു ഐക്യം, ഒരു തിരിച്ചറിവ് എല്ലാം ഉണ്ടാകണം. ശരിക്കും ഒരു ജഡ്ജ്മെൻറ്റ്, ന്യായം നടപ്പിലാക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ഇതെല്ലാം അവരാഗ്രഹിക്കുന്ന നിങ്ങൾ അവരിലേക്ക് കണക്റ്റഡ് ആയിരുന്നെങ്കിൽ അവർക്ക് വലിയ തട്ടുകേടില്ലാണ്ട്, അല്ലെങ്കിൽ അവർക്ക് തല കുനിക്കാതെ അവരുടെ ആ ഒരു പ്രൗഢിയിൽ തന്നെ അവർക്ക് നിന്നുകൊണ്ട് അവരാഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് കൊണ്ടുപോകാമായിരുന്നു. അവിടെ നിന്ന് തുടർന്നങ്ങ് പോയാൽ മതിയായിരുന്നു എന്നുള്ള ഒരു ചിന്ത. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റമേറ്റു പറയേണ്ട ഒരു അവസ്ഥയോ അല്ലെങ്കിൽ തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥയോ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുന്ന അവസ്ഥയോ ഒന്നും അവർക്ക് വരികയില്ല. നിങ്ങൾ അവരിലേക്ക് ചെന്നാലെന്നുള്ള ആ ഒരു ചിന്ത അവരെ ശരിക്കും വളരെ കണക്റ്റ് ചെയ്യുന്നുണ്ട്. അവർ മാനിഫെസ്റ്റിംഗ് ചെയ്യുകയാണ് നിങ്ങൾ അവരിലേക്ക് ഫോക്കസ്ഡ് ആവട്ടെ എന്നുള്ളൊരു ചിന്തയിൽ കേട്ടോ. എന്താണെങ്കിലും അവരിൽ എന്ത് മാറ്റമാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈഗോയാണ്. അവർക്കെല്ലാം ഉണ്ട്, അല്ലെങ്കിൽ അവർ പ്രൗഡാണ്. അവരെ കഴിഞ്ഞിന് മറ്റൊന്നുമില്ല, ഫിസിക്കലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും എന്നൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ചിന്ത അവരിൽ നിന്നും പൂർണ്ണമായിട്ടും അവസാനിച്ചു. കാരണം അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ അവരൊരു സീറോ എനർജിയിലാണ് നിൽക്കുന്നത്. കംഫോർട്ട് സോണിലൊക്കെയാണ്, തട്ടുകേടുകളൊന്നും പറ്റാത്ത വിധമാണ് നിൽക്കുന്നതെങ്കിലും മനസ്സാക്ഷിക്ക് മുമ്പിൽ അല്ലെങ്കിൽ മനസ്സിൽ അവർക്കറിയാം, അവരുടെ അവസ്ഥ അവർക്കറിയാം. അവരിപ്പം ഏകദേശം ഒരു സീറോ എനർജിയിലാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരിലെ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലാണെന്നുള്ളതും അവർ മനസ്സിലാക്കി കഴിഞ്ഞു. അവരുടെ ഒരു തോന്നൽ നിങ്ങളില്ലാതെ അവരുടെ ലൈഫിൽ അവർ സക്സസ് ആണ് എന്ന് ചിന്തിച്ചെടുത്ത് നിന്നും
അവരുടെ ഹാപ്പിനെസ്, അവരുടെ അബണ്ടൻസ്, അവരുടെ വിജയം ഇതെല്ലാം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് എന്നുള്ളത് അവർക്ക് വ്യക്തമായി മനസ്സിലാക്കി. നിങ്ങളെക്കുറിച്ച് അറിയാൻ ക്യൂരിയോസിറ്റി, നിങ്ങളിലെ മാറ്റങ്ങൾ അറിയാൻ അവർക്ക് ഭയങ്കര ഒരു ജിജ്ഞാസ. അവരെപ്പോഴും വളരെ എനർജിയിൽ, ഒരു കാം ആൻഡ് ക്വയറ്റ് എനർജിയിൽ നിങ്ങളെ ഫോക്കസ് ചെയ്യുകയാണ്. കാരണം ഒരു അവസരം, അതായത് എന്താ പറയുക, കുറച്ച് ഡിലേ ആയാലും അവരാഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കുമെന്നുള്ള ഒരു വിശ്വാസം അവരെ പിടിച്ചു നിർത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഡെത്ത് ആൻഡ് റീബർത്ത് എനർജിയാണ്. അവസാനിച്ചെടുത്ത് നിന്നും തുടങ്ങാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസം അവരിലുണ്ട്. വെയിറ്റിങ്ങിലാണ് അവർ, ക്ഷമയോടുകൂടി വെയിറ്റിംഗ് ചെയ്യുകയാണ്. നഷ്ടപ്പെടുന്നതൊക്കെ നഷ്ടപ്പെടട്ടെ ലൈഫിൽ, അത് കുറച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം തിരിച്ചു പിടിക്കാൻ പറ്റും, എല്ലാം ഓക്കെ ആകുമെന്നുള്ളൊരു ചിന്ത അവരിലുണ്ട്. ഉൾവലിഞ്ഞ് നിന്നത്, അതായത് അവരിൽ മാത്രം ഫോക്കസ് ചെയ്ത് ഒരു സെൽഫ് ലവ് എനർജിയൊക്കെ ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന പോലെയൊക്കെ ഉള്ള ഡ്രാമകളൊക്കെ കാണിച്ചിട്ടുള്ളൊരു പേഴ്സണാണ് പാസ്റ്റിലേക്ക് നോക്കുമ്പം. കുറച്ച് എന്താ പറയുക, മെച്യൂരിറ്റി കൂടുതലായിട്ട് കാണിക്കുക, കുറച്ച് അറിവ് കൂടുതലായിട്ടുണ്ട്. അതായത് സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്റ്റിനൊക്കെ പ്രാധാന്യം കൊടുക്കുക. ഇതിലൊന്നും അത്ര വലിയ പ്രാധാന്യമില്ല. കാരണം നമ്മളെ അംഗീകരിക്കുന്നവരെ മാറ്റി വെച്ച് നമ്മളുടെ എല്ലാ കുറവുകളെയും നമ്മളുടെ ഗുണങ്ങളെയും എല്ലാം ഒരുപോലെ സ്വീകരിക്കുന്ന വ്യക്തികളുടെ മുന്നിൽ കാണിച്ച ആ ഒരു ഈഗോ എന്ന് പറയുന്നത് കൊണ്ട് യാതൊരു ഗുണവുമില്ലായിരുന്നു എന്ന് അവരിപ്പം മനസ്സിലാക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഇമോഷൻസിനെ അവരുപേക്ഷിച്ചത് തെറ്റായിപ്പോയി. കാരണം അവരെങ്ങോട്ടേക്കാണോ പോയത് അവിടെ അവർക്കൊരു ഒന്നും തന്നെയില്ല, ശൂന്യത മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. ദ വേൾഡ് കാർഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ന്യൂ ബിഗിനിങ് തന്നെയാണ് ആഗ്രഹിക്കുന്നത് കേട്ടോ, ഒരു പുതിയ തുടക്കം, കാര്യങ്ങളെല്ലാം ബാലൻസ് ചെയ്യാൻ പറ്റിയ ഒരു പുതിയ തുടക്കം, ഒരു പുതിയ ലൈഫ് സിറ്റുവേഷൻസ് ഉണ്ട്, പ്രൊട്ടക്റ്റഡായ നല്ല രീതിയിൽ പോകാൻ പറ്റുന്ന ഒരു പുതിയൊരു ലൈഫ് സിറ്റുവേഷൻസ് ഉണ്ട് എന്ന് ഉറച്ചങ്ങ് വിശ്വസിച്ച് കറൻറ്റിൽ വെയിറ്റിംഗ് ചെയ്യുന്നു. അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്യുന്നു, നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നു, നിങ്ങളെ പല രീതിയിലും കണക്റ്റ് ചെയ്യാനുള്ള ചെറിയ ചെറിയ മാനിഫെസ്റ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ അവർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് നിങ്ങളിലേക്ക് ചെറിയ രീതിയിലൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുക, മുന്നോട്ടേക്ക് പോവുക കേട്ടോ.